ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ കിടക്കണേക്കാളും മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് റെഡ് കളറോട് സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അധികം കത്തിവെച്ച് സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ കനം കുറഞ്ഞ് ഇതുപോലെ നീളത്തിൽ ഒരു 2.5-3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒത്തിരി കട്ടിയിൽ വേണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടും വേണ്ട. ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. 250 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് ബോൺലെസ് ആണ്, ഇതിനകത്ത് എല്ലൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് മതി. ആക്ച്വലി കുരുമുളകും ഉപ്പും ആഡ് ചെയ്യുന്ന വിഷ്വൽ റെക്കോർഡായില്ല കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണാണ്. പിന്നെ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ വേണ്ടിയിട്ട് മിക്സ് ചെയ്യില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത ഒരു ബാറ്റർ ആയിട്ട് എടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്. കാരണം വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് ലൂസായി പോവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിക്കൻ മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് ആ ചിക്കനിലേക്ക് ഈ ഒരു ബാറ്റർ പിടിക്കില്ല. ഇങ്ങനെ വാട്ടറി ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളകും കൂടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് കുഴച്ചങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെളിയിൽ വെച്ചാലും മതി. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായി വെച്ചിട്ട് ചൂടാക്കി ഇതിലേക്ക് ഇത്രയും ചിക്കൻ മുക്കി പൊരിക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിന് ഒട്ടും ചേരില്ല. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇടുമ്പോഴത്തേക്ക് ഒത്തിരി ക്രൗഡഡ് ആയിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇടണ്ട. നമുക്കിത് ബാച്ചസ് ആയിട്ട് ഒരു 2-3 ബാച്ചസ് ഒക്കെ ആയിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് ഒരുപാട് ഓയിൽ വേണ്ടി വരികയുമില്ല. ഒന്നിച്ച് വറുക്കുമ്പോഴല്ലേ നമുക്ക് കുറേ ഓയിൽ ആവശ്യം വരിക. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടി പിടിക്കുകയുമില്ല. പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് മാറിക്കോളും. പക്ഷേ എന്നാലും അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് അധികം ഒട്ടിപ്പിടിക്കാതെ കിട്ടും നമുക്ക്. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറായിട്ടൊക്കെ പെട്ടെന്ന് വരും. പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. ചിക്കൻ ശരിക്കും വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിയേ, ചെറിയൊരു ഗോൾഡൻ കളറിൽ ഇത് മൊരിഞ്ഞ് വരാൻ തുടങ്ങും. അന്നേരത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത 2 ബാച്ചസും കൂടിയിട്ട് വറുത്തെടുക്കാം. ഇപ്പം നോക്കിയാൽ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ആ ഒരു മിക്സ്, ആ സോസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ വേണ്ട. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2-3 വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. നമ്മൾ വെളുത്തുള്ളിയാണ് ഇതിനകത്തേക്ക് കൂടുതൽ ചേർക്കുന്നത്. ഇഞ്ചി ഒരു പേരിന് വേണ്ടി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം 1 ടീസ്പൂൺ. ഇത് ഇത്രയും അല്പനേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ഇത്തിരി കട്ടിയിൽ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ സാധാരണ യൂഷ്വലി കനം കുറഞ്ഞാണ് സവാള അരിയുക അല്ലേ, അങ്ങനെ വേണ്ട, കുറച്ച് കട്ടിയിൽ അരിയുക കേട്ടോ. ഇത് നമുക്ക് 2-3 മിനിറ്റ് ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. മറ്റ് ഡിഷസിലൊക്കെ ചെയ്യണ പോലെ ഒരുപാട് നേരം ഇട്ട് വഴറ്റണ്ട. ഒത്തിരി നേരം ഇങ്ങനെ ബ്രൗൺ ആവണ വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ക്രഞ്ചിനെസ് ഇതിൽ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യണത്. ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് സോസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയാ സോസാണ് ഇത്. 1 ടേബിൾ സ്പൂൺ ഉണ്ട്.
എല്ലാം ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ പറയണത്, അതായത് വലിയ സ്പൂണ്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. സോസസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കേണ്ട, ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കളറുള്ള ക്യാപ്സിക്കാണ് എടുത്തേക്കണം കേട്ടോ. മൊത്തം 1 കപ്പ് ഉണ്ട് അളവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 1 പിടി കാഷ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂസൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിന്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഗ്രേവി അങ്ങ് എന്താ പറയുക ആവിയായിട്ട് പോയിട്ട് ഡ്രൈ ആവും പെട്ടെന്ന്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ഒന്നിച്ച് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ മധുരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സോസിനകത്തൊക്കെ കുറച്ച് ഉപ്പ് ടേസ്റ്റ് കാണും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ഈ ടൈമിൽ ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ആഡ് ചെയ്താലും മതി. കൂടി പോവണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ആഡ് ചെയ്യേണ്ടതെന്ന് പറയണത്. കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സോസുമായിട്ട് നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കിയേ, ചിക്കൻ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഒരു 2 പച്ചമുളകാണ്. പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് വെള്ള എള്ള് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ള എള്ള് ആഡ് ചെയ്യുമ്പോൾ ഒരു കാണാൻ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിരിക്കും. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നോക്കിയേ, നല്ല അടിപൊളി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, നാൻ ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻ്റ് ആയിട്ട് വന്നിട്ട് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി മറക്കണ്ട എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.